നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് അവസാനത്തോടെ ഇംഗ്ലണ്ടിൽ ആരംഭിക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിനായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. വിവിധ ടീമുകളുടെ ആരാധകർ തമ്മിൽ ഇതിനോടകം തന്നെ വാക്പോരുകളും തുടങ്ങിക്കഴിഞ്ഞു. ലോക കിരീടം ആരുയർത്തുമെന്ന കാര്യത്തിലാണ് ആരാധകരുടെ കൊമ്പുകോർക്കൽ ഉള്ളത്. ആതിഥേയരും ഏകദിനത്തിലെ ഒന്നാം റാങ്കുകാരുമായ ഇംഗ്ലണ്ടും രണ്ടാം സ്ഥാനക്കാരായ ഇന്ത്യയുമാണ് കിരീട ഫേവറേറ്റുകളിൽ മുൻപന്തിയിലുള്ളത്. എന്നാൽ ഫേവറേറ്റുകളെ ഞെട്ടിച്ച് ഇത്തവണ വെസ്റ്റ് ഇൻഡീസ് ലോക ചാമ്പ്യന്മാരാകുമോ എന്ന ചോദ്യമാണ് എല്ലാവരിൽ നിന്നും ഉയരുന്നത്. ഇതിനുള്ള കാരണങ്ങളും വളരെ കൂടുതലാണ്. ഏകദിനത്തിൽ മികച്ച പ്രകടനമാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ നടന്ന ഏകദിന പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ കുരുക്കാൻ വെസ്റ്റ് ഇൻഡീസിന് സാധിച്ചിരുന്നു. ലോകകപ്പിലെ വെസ്റ്റ് ഇൻഡീസിനെ സൂക്ഷിക്കണമെന്ന് ഇംഗ്ലണ്ടിന്റെ കോച്ചും പിന്നീട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ലോകകപ്പ് നേടാൻ ചില സാധ്യതകൾ നമുക്ക് കാണുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജേസൺ ഹോൾഡർ എന്ന ക്യാപ്റ്റനാണ് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെ നട്ടലായിട്ടുള്ളത്. 2014 ഹോൾഡർ ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ക്യാപ്റ്റനായ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു അദ്ദേഹം. തുടർച്ചയായ തിരിച്ചടികളെ തുടർന്ന് പ്രതിസന്ധിയിലായ വെസ്റ്റ് ഇൻഡീസ് ടീമിനെ അദ്ദേഹം വിജയിക്കാൻ പഠിപ്പിച്ചു. ക്രിസ് ഗെയിൽ, ആന്ദ്രെ റസൽ, കിറോൺ പൊളാർഡ്, സുനിൽ നരൻ എന്നീ സീനിയർ താരങ്ങൾ ടീമിലില്ലാതിരുന്നിട്ടും ഹോൾഡറിന് തോൽക്കാൻ മനസ്സിലായിരുന്നു. യുവതാരങ്ങളെ പരീക്ഷിക്കാൻ ധൈര്യം കാണിച്ച അദ്ദേഹം വെസ്റ്റ് ഇൻഡീസ് ടീമിന് നഷ്ടമായ ആത്മവിശ്വാസം തിരികെ നേടിക്കൊടുത്തു. ഓൾറൗണ്ടറായ ഹോൾഡർ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ടീമിനായി നിർണായക സംഭാവനകളാണ് നൽകുന്നത്. ഗെയിൽ ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങൾ ഇപ്പോൾ തിരിച്ചെത്തിയതോടെ വെസ്റ്റ് ഇൻഡീസ് കൂടുതൽ അപകടകാരികളായി കഴിഞ്ഞു. അടുത്ത ലോകകപ്പിൽ തങ്ങളെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന മുന്നറിയിപ്പ് നൽകുന്ന പ്രകടനമാണ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അവർ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ബോസ് എന്ന് സ്വയം വിശേഷിക്കപ്പെടുന്ന ഇതിഹാസ ഓപ്പണർ ക്രിസ് ഗെയിലിന്റെ തിരിച്ചുവരവ് വെസ്റ്റ് ഇൻഡീസിനെ മറ്റു ടീമുകളുടെ പേടി സ്വപ്നമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. 2020 രാജാവായ തനിക്ക് ഏകദിനത്തിലും ഇനിയും പലത് ചെയ്യാനുണ്ടെന്ന് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അദ്ദേഹം കാണിച്ചു തന്നു. പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയതും ക്രിസ് ഗെയിൽ തന്നെയായിരുന്നു. 4 ഇന്നിംഗ്സിൽ നിന്നും 424 റൺസാണ് ക്രിസ് ഗെയിൽ വാരിക്കൂട്ടിയത്. വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പിന് ശേഷം ഏകദിനത്തിൽ നിന്നും വിരമിക്കുമെന്ന് ക്രിസ് ഗെയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കരിയറിലെ അവസാന ലോകകപ്പ് അവിസ്മരണീയമാക്കാൻ ഗെയിൽ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ആർക്കും തടയാൻ കഴിഞ്ഞെന്നു വരില്ല. നേരത്തെ ഗെയിലായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റ്സ്മാൻ. ഭൂരിഭാഗം താരങ്ങളും വമ്പനടിക്ക് പേരുകേട്ടവരാണ്. പവർ ഹിറ്റർമാരുടെ ഈ കുത്തൊഴുക്ക് വെസ്റ്റ് ഇൻഡീസ് ടീമിനെ എത്ര വലിയ സ്കോറും നേടാൻ പ്രാപ്തരാക്കുന്നുണ്ട്. എവിൻ ലൂയിസ്, ഷെയ് ഹോപ്പ്, ഷിംറോൺ ഹെറ്റ്മെയർ, ഡാരൻ ബ്രാവോ എന്നിവരെല്ലാം മികച്ച അറ്റാക്കിംഗ് ബാറ്റ്സ്മാൻമാരാണ്. അതുപോലെ തന്നെ ആന്ദ്രെ റസൽ, ആഷ്ലി നിൽസ്, കാർലോസ് ബ്രാത്ത്വെയ്റ്റ് എന്നിവർ ആദ്യ പന്ത് മുതൽ സിക്സർ അടിച്ച് ടീമിനെ വിജയിപ്പിക്കാൻ ശേഷിയുള്ളവരുമാണ്. നായകൻ ഹോൾഡറെ കൂടാതെ കെമാർ റോച്ച്, ഷാനോൺ ഗബ്രിയൽ, ഷെൽഡൻ കോട്രേൽ, ഓഷൻ തോമസ് എന്നിവരുൾപ്പെടുന്ന മൂർച്ചയേറിയ പേസ് ബോളിംഗ് നിരയും വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെ സ്വന്തമാണ്. ഇവരെല്ലാം തന്നെ ആഞ്ഞൊന്ന് പിടിച്ചാൽ വെസ്റ്റ് ഇൻഡീസ് ടീമിന് വേൾഡ് കപ്പ് എന്നത് അപ്രാപ്യമായ കാര്യമല്ല. എന്തായാലും വേൾഡ് കപ്പിലേക്കുള്ള ഫേവറേറ്റുകളിൽ വെസ്റ്റ് ഇൻഡീസ് ടീമും ഇടം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.